ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയത് ഒരു നല്ല ഒരു പ്ലസൻറ്റ് നമ്മുടെ GCC കൺട്രിയിലൊക്കെ പോയ ഒരു ആംബിയൻസ് ഉള്ള ഒരു കിഡിലൻ സ്പോട്ടിലാട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ലൊക്കേഷൻ മനസ്സിലായാലൊന്ന് പറയണേ. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ എന്താ പറയുക, ഗൾഫിലൊക്കെ എത്തിയ ഒരു നൊസ്റ്റു. അതായത് ഇപ്പോൾ നമ്മൾ ദുബായിൽ പോയിട്ട് വന്നതും പിന്നെ ഞാൻ ഒമാനിലൊക്കെ പോയ ഒരു ഫീല്. അപ്പോൾ ഇത് നമ്മുടെ കോംപ്ലിമെൻ്ററി വെൽക്കം ഡ്രിങ്ക് ആട്ടോ. അപ്പോൾ നല്ല ബ്ലൂ ലൈമാണ്. അത് കുടിച്ച് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ആ സമയത്ത് നമുക്ക് ഹോട്ട് വാട്ടർ വന്നു. ഹോട്ട് വാട്ടറിൻ്റെ കൂടെ പിന്നെ നമുക്കൊരു കോംപ്ലിമെൻ്ററി സാലഡും കൂടെ ഉണ്ട്. സോ അതിനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ളവരുടെ കോസ്റ്റ്യൂമൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു ടർക്കിഷ് ഷെഫാട്ടോ. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റേ അല്ല, എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ഒരു ഡിഫറെൻറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു ഫീല്. നമ്മുടെ മസാലാസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇതായിരുന്നു അവരുടെ കോംപ്ലിമെൻ്ററി സാലഡ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്സ് ഉണ്ട് കേട്ടോ. അത് ഹമ്മൂസ്, അതിൻ്റെ പല വെറൈറ്റീസ്, മയോ എന്തൊക്കെയാണെന്ന് പറയുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ റൊട്ടി അത് ഭയങ്കര സോഫ്റ്റായിരുന്നു. മറ്റേ നമ്മുടെ കുബൂസില്ലേ, അതായിരുന്നെന്ന് തോന്നുന്നു. കുബൂസും അല്ല, റുമാലി അല്ല, അങ്ങനത്തെ ഒരു ഐറ്റം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് എ ബിഗിനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരോ ഡിപ്പിലായിട്ട് ഓരോരോ പീസായിട്ട് കഴിച്ച് നോക്കി. എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. നമ്മുടെ മെയിൻ ഐറ്റം വരാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന എന്താ പറയുക, എന്തോ ഒരു വലിയ സംഭവം കൊണ്ട് വെച്ചൊരു ഫീല്. എന്തൊക്കെയാണോ അതിനകത്തുണ്ടായിരുന്നതെന്ന് നമുക്ക് എന്താ പറയുക, ഇത് ഭയങ്കര ഹെവി മീലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, നോർമൽ മീലൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഐറ്റം. ഇതിനകത്ത് മട്ടൻ, ചിക്കൻ, ബീഫ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആട്ടോ. പിന്നെ മാഷ്ഡ് പൊട്ടേറ്റോ, പിന്നെ അതൊക്കെ ഇത് ബീഫിൻ്റെ ഒരു സാധനമായിരുന്നു കേട്ടോ. ബീഫും ചീസും കൂടെ ഉള്ളത്. അയ്യോ സൂപ്പറായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണ് ഈ ബ്രെഡ്. അത് എന്താ സാധനമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമുക്ക് ഇറച്ചിയുടെ ചൊവ്വയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ പ്ലാറ്റർ ആട്ടോ. നമ്മൾ നോർമൽ മന്തിയൊക്കെ ഓർഡർ ചെയ്യുന്നതിലും ഭേദം നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്ത് നമുക്ക് വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം വെച്ചാൽ ഇതിനകത്ത് എന്താ പറയുക, എല്ലാം വെവ്വേറെ ടേസ്റ്റ്. അതായത് ഒരു സ്ഥലത്തും ഒരു റിപ്പീറ്റഡ് ടേസ്റ്റ് പറയാനില്ല. ഇത് കോണുണ്ട്, ഇതുണ്ട് ക്യൂക്കുംബർ, അതിൻ്റെ പ്രസൻറ്റേഷൻ പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പിക്കിൾസ് ഉണ്ട്, പിന്നെ ഗ്രില്ല് ചെയ്ത ചിക്കൻ, പിന്നെ നമ്മുടെ ഒരു സ്ലോ കുക്ക് ചെയ്തെടുത്ത മട്ടൻ, പിന്നെ ബീഫ്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കഴിച്ചിട്ടുവേ നമ്മൾ എന്താ പറയുക, മടുക്കാതിരിക്കാനായിട്ട് ആ ഒരു കുക്കുംബർ ഇരിക്കുന്നുണ്ട്, ഫുൾ നല്ല കേടാട്ടോ, നല്ല അടിപൊളി കേട്. പിന്നെ നമ്മൾ ഫുഡെല്ലാം അടി കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. സോ വന്നു. ഇവനാണ് പൈസ മുടക്കിയത്, ഇവനാണ് മുതലാളി എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം. സോ നമ്മുടെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ ഒരിച്ചിരി കൂടെ ബാക്കി വന്നായിരുന്നു, അത് നമ്മൾ ടേക്ക് അവേ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ. അപ്പോൾ ലൊക്കേഷൻ പറയണ്ടേ, നമ്മുടെ കൊല്ലത്തുള്ള കാവ റെസ്റ്റോറൻറ്റിലാണ്.